നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആമമോതിരത്തെക്കുറിച്ചാണ്. ആമമോതിരം ധരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു, ആമമോതിരം ആർക്കൊക്കെ ധരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സർവ്വ ഐശ്വര്യ സിദ്ധിയും അനുഗ്രഹവും നേടുവാൻ വേണ്ടി ജാതകത്തിലെ മറ്റ് ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമായും ആമമോതിരം ധരിക്കാവുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽ രണ്ടാമത്തെ അവതാരമായ കൂർമ്മ അവതാരം, അതായത് ആമ, മഹാവിഷ്ണു മഹാലക്ഷ്മിയുടെ ഭർത്താവ് കൂടിയാണ്. ആയതിനാൽ ഈ മോതിരം ധരിക്കുന്നവരിൽ സർവ്വ ഐശ്വര്യ സിദ്ധി വന്നു ചേരുന്നതാണ്. ഈ മോതിരം ധരിക്കുന്നതിലൂടെ ആർക്കൊക്കെ സർവ്വ ഐശ്വര്യ സിദ്ധി കൈവരിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീക്കും പുരുഷന്മാർക്കും ഈ മോതിരം ധരിക്കാവുന്നതാണ്. സ്ത്രീകൾ ഇടതുകൈയിലും പുരുഷന്മാർ വലതുകൈയിലും ധരിക്കുന്നതാണ് ഉത്തമം. കൈമാറ്റി ധരിച്ചാലും ദോഷം ഉണ്ടാകാറില്ല. ഈ മോതിരം ധരിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാം. മോതിരം വാങ്ങിയ ശേഷം മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ കൊടുത്ത് പൂജിക്കുന്നത് ഉത്തമമാകുന്നു. മോതിരം ധരിക്കുവാൻ ഉത്തമമായ ദിവസങ്ങൾ ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങൾ ശുഭമാകുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മോതിരം ഊരിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ശേഷം വൃത്തിയാക്കി കൈവിരലിൽ മോതിരം ധരിക്കാവുന്നതാണ്. ഈ മോതിരം വെള്ളിയിലും സ്വർണത്തിലും ധരിക്കാവുന്നതാണ്. വെള്ളിയിൽ ധരിക്കുന്നത് അത്യുത്തമമാണ്. ആമയുടെ മുഖം എല്ലായ്പ്പോഴും നിങ്ങളുടെ നേരെയായി ഇരിക്കുന്നത് പോലെ വേണം ധരിക്കുവാൻ. അതായത് ആമ കയ്യിൽ കയറി വരുന്നത് പോലെ. ജ്യോതിശാസ്ത്രപ്രകാരം ചില രാശിയിൽ ജനിക്കുന്നവർക്ക് ആമമോതിരം ധരിക്കുവാൻ പാടില്ല. അതായത് മേടം, കന്നി, വൃശ്ചികം, മീനം എന്നീ രാശികളിൽ ജനിച്ചവർക്ക് ധരിക്കുവാൻ പാടില്ല. എന്നാൽ മറ്റു ചില രാശിയിൽ ജനിച്ചവർക്ക് ഉത്തമമാണെന്നും പറയുന്നുണ്ട്. ഇടവം, മകരം ഈ രാശിക്കാർക്ക് ഈ മോതിരം വളരെ ഗുണം ചെയ്യുകയും സമ്പത്തും സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്രം പറയുന്നു.